സഖാവ് വി എസിനെ പല ഘട്ടങ്ങളിൽ കാണാനും സംസാരിക്കുവാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ സമരമെന്ന് വിശേഷിപ്പിക്കാവുന്ന കിനാലൂർ സമരം ഉണ്ടായത്. ആ സമരത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നിട്ട് പോലും ജനങ്ങളുടെ ഒരു പ്രശ്നത്തിൽ കൃത്യമായി ഇടപെടുകയും ആ സമരത്തെ അടിച്ചൊതുക്കാൻ വേണ്ടി വന്ന പോലീസിനെ പെട്ടെന്ന് പിൻവലിക്കുന്ന കാഴ്ചയുമാണ് കാണാൻ സാധിച്ചത്. കേരളത്തിൽ ജനകീയ സമരങ്ങൾക്കും സിവിൽ മൂവ്മെന്റുകൾക്കും ജനാധിപത്യത്തിൽ പ്രത്യേകമായ ഇടമുണ്ട് എന്ന് വിശ്വസിച്ച വലിയ ഒരു നേതാവായിരുന്നു വി എസ്. അതുകൊണ്ട് തന്നെയാണ് ഏറെ ജനകീയമായി കേരളത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയത്. ആ സമരത്തിനു ശേഷം ഞാൻ സഖാവ് വി എസിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ പോയിരുന്നു. ദീർഘമായ സംഭാഷണത്തിന് ശേഷം എന്നോട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഈ പാത വരാൻ പോകുന്നില്ല, പിന്നീട് ആ ഉറപ്പ് പൂർത്തിയാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട വി എസ് അധികാരത്തിലെത്തിയിട്ടും അത് തന്നെ തുടർന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട ശ്രദ്ധേയനായൊരു നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനും സഖാവ് വി എസിനെ ഓർത്തെടുക്കുന്നത്. എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെയും പാർട്ടി പ്രവർത്തകരുടെയും കേരളത്തിൻ്റെയും ഒക്കെ ദുഃഖത്തിൽ വെൽഫെയർ പാർട്ടിയും പങ്കുചേരുന്നു.